ഇന്ന് നമ്മളെ അപ്പൂസിന്റെ ഫസ്റ്റ് പരീക്ഷ ആയിരുന്നു കേട്ടോ. അപ്പൊ ആദ്യം തന്നെ SLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും നല്ലൊരു ആശംസ അറിയിക്കുകയാണ്. അപ്പൊ കുറെ ആള് ചോദിച്ചിരുന്നു അപ്പൂസിന് പരീക്ഷ അല്ലേ, പരീക്ഷ തുടങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് തുടങ്ങി. അപ്പൂസ് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? അടിപൊളിയാണോ? അപ്പൂസ് നല്ല ഹാപ്പി ആയിട്ടൊക്കെയാണ് കേട്ടോ വന്നത്. പോയപ്പോ നല്ല ടെൻഷനൊക്കെ ആയിരുന്നു. ഓനേക്കാൾ ടെൻഷൻ ഞങ്ങൾക്കായിരുന്നു. അപ്പൊ ഫസ്റ്റ് അതിനൊരു പോകുമല്ലേ, നമ്മളെ കാലമല്ല ഇപ്പൊ. അത്ര ഒരു പരീക്ഷ പറയുമ്പോ ഒരു അല്ലാത്തൊരു ഇതേന്നില്ലായിരുന്നു നമ്മളെ ഇതില്. ഇപ്പത്തെ കുട്ടികൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പേടിയൊന്നുമില്ല. പക്ഷെ ഓൻ വരുമ്പോ ഓനെല്ലാം ചിരിച്ചിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. ഇപ്പൊ വന്ന് കയറി ഉച്ച വരെയാണ് പരീക്ഷ രാവിലെ തൊട്ട്. എത്ര ദിവസം തുടങ്ങി? ചൊവ്വാഴ്ച ഏതാ? ഇംഗ്ലീഷ്. ഇന്നേതായിരുന്നു? അപ്പൊ ഇന്നലെ പഠിക്കലോ? അപ്പൊ ഇന്ന് മലയാളമായിരുന്നു. ഇപ്പൊ രാവിലെ തുടങ്ങി, ഇപ്പൊ ഉച്ചക്ക് കഴിഞ്ഞ് വന്നു. അപ്പോൾ പരീക്ഷയാണ്, SLC പരീക്ഷ വരുമ്പോൾ നമുക്ക് എന്തോ ഒരു ടെൻഷനല്ലേ. അതുകൂടെ ഇങ്ങനെ കമന്റിൽ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നു, പഠിക്കണില്ലേ, പരീക്ഷ അല്ലേ, അങ്ങനെ പറയുമ്പോൾ പഠിക്കാതിരിക്കലുണ്ട്. പക്ഷെ ഇത് ഈ വീട് പറഞ്ഞാല് നമുക്കൊരു 10-15 മിനിറ്റ് അല്ലേ ഉള്ളൂ വരെ. നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അത് അവിടെ ടൈം, അല്ലാതെ ഇതുമ്മേ ഫുൾ ടൈം നിൽക്കണില്ല. പക്ഷെ ഇതിന്റെ ഫുൾ ടൈം നിൽക്കണ ഞാനൊരു ചേച്ചിയാണ്. അപ്പൂസിനെ വീഡിയോയിൽ കാണിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ വെച്ചാൽ ഈ പെൺകുട്ടികളാകുമ്പോൾ നമ്മൾ നല്ല വ്യത്യാസമാണ്. പെൺകുട്ടികളെ വെച്ചാൽ ഏതോ ഒരു നേരം ബുക്ക് എടുത്തിലേക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ട് നിൽക്കും. ആൺകുട്ടികളാണ് പോരില്ലേ, ഒരു കറക്റ്റാണ് വിളിക്കുക. എപ്പോഴെങ്കിലും ഒരു ബുക്ക് എടുക്കുക, ഒരു വായന, അത്ര അങ്ങനത്തെ ഒരു കാര്യങ്ങളുള്ളത്. അപ്പൊ ചോറിട്ടാ ചോറിട്ടിട്ട് വാ. ഞാൻ ഈ മുറം പിടിച്ചിട്ടുണ്ടോ, അന്ന് കിട്ടിയ മുറ കേട്ടോ. നമ്മള് അടുക്കളേന്റെ ടൈൽസ് ഇല്ലേ, ആ ടൈൽസിന്റെ ആ കയറാണ് ഇട്ടത്. അപ്പൊ നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ ചേച്ചി ഇങ്ങനെ മുറ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ രാധ ചേച്ചി 3ാമത്തെ മുറാണ് ഇപ്പൊ ഇത്. ടൈൽസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സാധനം ഇങ്ങനെ കൊടുക്കലാണ്. അപ്പൊ 2 മുറ മുന്നേ ഉണ്ടാക്കിട്ട് ഒന്ന് സന്ദേശിക്ക് കൊടുത്തു. 300 അതാണ് എന്തിട്ടാ വല്ല ഉറപ്പാണ് ഇതിന്. ഞാൻ ചോദിച്ചതിനോട് കുററായിട്ട് നിങ്ങൾ അയക്കോ, പക്ഷെ ഉണ്ടാക്കാൻ അത് മാത്രമേ ഉള്ളൂ. അത് മുന്നേ ഉണ്ടാക്കിയ മുറാണ്, ഞങ്ങൾക്ക് ഉപയോഗിക്കലുണ്ട്. ഇത് ഇന്ന് കൊണ്ടുവന്നത്. എന്റെ മക്കളൊന്നും പഠിച്ചില്ലല്ലേ, ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ കൊറിയർ തന്നെ അയച്ചാൽ മതി. നല്ലതാ, 300 രൂപ ഉള്ളോട്ടോ. അതിനൊക്കെ നല്ലൊരു ഇതാണ്. കൊറേ കാലം വീട് നിൽക്കുവേ. ഒരു ദിവസം ഇത് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അത്രയും മുടങ്ങിയിട്ടുണ്ട്. അത്രയും എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, ഒക്കെ ചെയ്തുണ്ടാക്കണം. ഇതൊക്കെ ഒരു മുളയൊക്കെ പിന്നെ ഒരു വെട്ടി ഉണ്ടാക്കണം. ഇവിടെ വന്നിപ്പോ ചായ കുടിച്ച് പോയതാ. തന്നെ അപ്പൊ എന്ത് ഓണോ വിഷു ഒക്കെ ആയാലും അതിനോട് വരാൻ പറയാം. അപ്പൊ അതൊക്കെ പറഞ്ഞതേ എപ്പോഴായാലും ചായ ചോറോ എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞയക്കൂല. വരുമ്പോഴൊക്കെ അച്ഛന്റെ കഥകളെ പറയും. അപ്പൊ എപ്പോഴും അത് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഇഷ്ടതാണ്. അതിനെ സാധനം കൊണ്ട് പോകുമ്പോഴായാലും അതിനെ വിളിക്കും, അഴിച്ചിട്ട് പോകാം കുറച്ച് കഴിഞ്ഞിട്ട്. ഏത് ചിലപ്പോ സന്ധ്യ ആകുന്നത് പോകുമ്പോഴേ ഇത് കുടിച്ചിട്ട് പോയാൽ മതിയാതെ അങ്ങനെ. അപ്പൊ അതിങ്ങനെ ഒരു ഓർമ്മയ്ക്ക് ഈ മോറെ കൊട്ടൊക്കെ ഉണ്ടാക്കുമ്പോ തന്നെ അപ്പോഴും പറയതേ. അന്ന് കൊണ്ടപ്പോഴും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. അപ്പൊ അതിന്റെ സങ്കടം. അച്ഛന്റെ കാലം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകും, വെള്ളം കൊടുക്കും, അങ്ങനെ ഇതന്നെ ഫ്രോക്ക് നൈറ്റിന്റെ അതൊന്ന് ഇട്ട് ഞാൻ ഇത് കാണിച്ചിരുന്നു, മോഡല് കാണിച്ചിരുന്നു. ഇതിന്റെ മോഡൽ ഇനിയും ചോദിക്കുന്നുണ്ട്. ഇനി ഇതേപോലത്തെ കിട്ടുമെന്ന് അറിയില്ല. പക്ഷെ അന്ന് തന്നെ എടുത്താൽ മതിയെന്നു. അന്ന് തന്നെ ഉണ്ട് അവിടെ. പക്ഷെ ഇത് കുറച്ച് റേറ്റ് കൂടിയതാ പറഞ്ഞിട്ട് ഇനി കൊണ്ടുവന്ന് വെച്ചാൽ ചിലപ്പോൾ അത് അവിടെ കിടക്കും, എടുക്കൂലെങ്കിലോ വിചാരിച്ച് 420 റുപ്യായിരുന്നു. പക്ഷെ അപ്പൊ തന്നെ എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി നോക്കി. നമുക്ക് പേടിയല്ലേ കൊടുക്കുമ്പോ എന്തേലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തിന് വെള്ളത്തിൽ കൊണ്ട് മുക്കി നോക്കി. അതുകൊണ്ട് ഞാൻ എടുത്തത്. അപ്പൊ നോക്കുമ്പോ ഒരു മേലത്തെ കളറും കൂടി ഇതിന് പോണില്ല. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ഇത് കൊടുക്കാലോ. അപ്പൊ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇതിന്റെ ഇനിയും കൊണ്ടുവരുമെന്ന്. പെരുന്നാളൊക്കെ ആകുമ്പോഴേക്കിനേ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരാട്ടോ. കൊണ്ടുവന്നപ്പോ തന്നെ നമ്മൾ കാണിക്കുന്നത് നല്ല സുഖമാണ് ഇട്ടിട്ടാണ്. ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഫുള്ള് അലാസ്റ്റിക്കാണ്. അതാണ് ഇത് ഞാൻ പറയാ, ഇത് വീട്ടിലിടണ്ട പുറത്തേക്ക് ഇടാന്ന്. സന്തോഷം പറയാ ഇത് ഞാൻ വീട്ടിലിട്ട് കേടെടുത്തൂല. പുറത്തേക്ക് പോകുമ്പോ നമുക്ക് ഇടാൻ പറ്റുന്ന ടോപ്പായിട്ട് പാന്റ് ഇട്ടിട്ട്. ഇതിന്റെ അടിയിൽ ചെറിയ പാന്റ് ഇട്ടത്
ഇനിയിപ്പോ പാൻറ്റൊക്കെ ഇട്ടിട്ട് ജീൻസിന്റെ ലെഗിനോ അങ്ങനത്തെ അല്ലെങ്കിൽ ലെഗിനോ ജീൻസൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇടാട്ടോ. നല്ല അമ്മ ഇട്ടോളൂ അമ്മ ചുരിദാറ് കിട്ടോ, ആരും കണ്ടിട്ടില്ല. കാണിച്ചു തരണ്ട ദിവസം. ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള കൂട്ടം ഉണ്ടാക്കുകയാണ് കേട്ടോ. 12 മണിയൊക്കെ ആയിട്ടുണ്ട്. സ്രാവ് മീൻ കറി ഇന്നലെ ഉണ്ട്. സ്രാവ് മീൻ കറി വെക്കണം വിചാരിക്കണേ. അപ്പൊ ഇതെന്താ വെച്ചാല് നമ്മളെ മലപ്പുറത്ത് ഈ നോമ്പിന് എല്ലാ കടയിലുണ്ടാവും. അപ്പൊ ഇത് നമ്മളെ കടയിലൊക്കെ ഇഷ്ടം ഒരു പെട്ടിയിൽ വന്നിട്ടുണ്ട് നിറച്ച്. നോമ്പിന് ഇത് കൂടുതൽ സ്പെഷ്യൽ അല്ലേ? അപ്പൊ പുറത്തുള്ളവര് ഇത് കൂടുതൽ കൂട്ടുണ്ടെങ്കിൽ പറയട്ടോ കമന്റില്. മലപ്പുറത്ത് ഇത് നിർബന്ധമാണ്. ഞങ്ങളിത് തേങ്ങ അരച്ചാണ് കറി വയ്ക്കാൻ പോണത്. തേങ്ങ അരച്ച് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ്. എന്ന് വെച്ചാൽ നാളെയും കൂട്ടാം. വറ്റിക്ക പുളിയിട്ടിട്ട് അതും സൂപ്പറാണ്. പൊരിക്കും ചെയ്യാം. അപ്പോൾ ഞാനത് നല്ല കഷ്ണം രണ്ടെണ്ണം നോക്കിയിട്ട് ഇറച്ചിയുള്ള ഭാഗം നോക്കിയിട്ട് പൊരിക്കും ചെയ്യുക. കുറച്ച് കറിയും വെക്കാമെന്നൊക്കെ വിചാരിച്ച് പുളിയൊക്കെ അതാ കലക്കി വാളംപുളി കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതെ, ഞാൻ എല്ലാവരും കമൻറ്റ് എടുത്തിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ടെൻഷൻ ചെയ്യുന്നു. ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുകയാണ്. പിന്നെന്താ പറയുക അല്ലേ, ഇവിടുന്നൊക്കെ നല്ല ധൈര്യമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒക്കെ പോയി. പിന്നെ അമ്മ ധൈര്യം തന്ന ആള്. അമ്മ കുറേ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അതിന് പുറത്ത് ഞാനും കളിച്ചു നോക്കിയതാണ്. ഡാൻസ് കഴിഞ്ഞിട്ട് അമ്മ എന്താ പറഞ്ഞേ? എന്താ പറയാ, പോസിറ്റീവായിട്ട് നന്നായിട്ടുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഞാനെന്തിനാ പറയണത്? അവിടെ ഇവിടെയൊക്കെ ഓരോ ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടുന്നൊക്കെ കറക്റ്റ് പ്രാക്ടീസ് ചെയ്ത്. പക്ഷെ അവിടെ സ്റ്റേജിൽ കയറിയപ്പോൾ എന്താണ് ഒന്നും അറിയണില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. എല്ലാവരെ പോലെ ഇങ്ങനെ ശരീരം ഒന്നും വഴങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. തടീൻ്റെ മാത്രമല്ല, എനിക്ക് പിന്നെ എല്ലാവരും പോലെ ശരീരത്തിൽ എൻ്റെ കാലിന് വേദന ഉണ്ട്. ഞാൻ എങ്ങനെയൊക്കെയാ പിടിച്ചൊക്കെ ആ സ്റ്റെപ്പ് കയറുന്നത് ഇറങ്ങുന്നതൊക്കെ അതൊക്കെ ഞാൻ ആൾക്കാരെ മുന്നിൽ ഞാൻ പിന്നെ അങ്ങോട്ട് ഇറങ്ങിയെന്നുള്ളൂ. നല്ല വേദന ഉണ്ട്, കാലിൽ നീരുണ്ട്. അപ്പോൾ പിന്നെ ഗുരുവായൂരപ്പന്റെ മുന്നില് കിട്ടിയില്ലേ, കളിച്ചില്ലേ, അങ്ങനെയൊക്കെ. അങ്ങനെ ഒരാള് മാത്രം ഇന്നലെ ഒന്നും പറഞ്ഞിട്ടില്ല. നോക്കിയാ ഒരു വീഡിയോസ് ഇട്ടുണ്ടല്ലേ, അതൊരു വീഡിയോ ഇട്ടുണ്ടായി. ഓല മുഖോല ഇതൊക്കെ കാണുന്നുണ്ടായത്. ഞാനത് നോക്കിയില്ല. പൈസ ഉണ്ടായപ്പോഴാണ് ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ പറയണ്ട. പൈസ ഉണ്ടായപ്പോഴാണ് ഇപ്പൊ ഇതൊക്കെ ഒരു അനുഗ്രഹം. നമുക്ക് ഇത് പ്രാർത്ഥിക്കാൻ വേണ്ട എല്ലാരും. കാരണം പൈസ 25,000 10,000 5,000 കൊടുത്തിട്ട് സ്റ്റേജ് കിട്ടുള്ളൂ. ഇത് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അവസരം കിട്ടിയ ഞങ്ങള് ഏറ്റവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയല്ലോ വിചാരിച്ചിട്ട്. അതാണ് ഇത് പൈസയും കൊടുക്കണ്ട. പിന്നെന്താ വെച്ചാല് എത്ര വയസ്സായാലും കളിക്കുന്നുണ്ട്. 50 75 വയസ്സായാലും കളിക്കണം. അതൊക്കെ ഇങ്ങനെ ഇതില് കൊറേ പൈസ കൊടുത്തിട്ട് കളിക്കുന്നുണ്ട്. ഇത് നറുക്കെടുപ്പിലൂടെ നമുക്ക് കിട്ടിയാണ്. നമ്മൾക്ക് ഒന്നും കൊടുക്കാതെ സ്റ്റേജ് കിട്ടി, അല്ലെങ്കിൽ സ്റ്റേജിന് പൈസ കൊടുക്കണം. അതൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയൊരു അവസരമല്ലേ. അത് എത്രയും സന്തോഷമായി നമുക്ക്. ഞാൻ ഇന്നത് വിളിച്ചപ്പോ തന്നെ ഇവര് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണ്ട് വയ്യാത്തന്നെ അറിയുന്നു എല്ലാവർക്കും. ഒരു വിളിച്ച് നമുക്ക് നോക്കല്ലേ കളിക്കല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്ത വഴിക്ക് ഞാൻ പറഞ്ഞു അമ്മയോട് സന്തോഷത്തോടെ ചോദിക്കട്ടെ എന്നാ. എന്നിട്ട് ആദ്യം തന്നെ സന്തോഷത്തോടെ ഞാൻ ചോദിച്ചു ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ എനിക്ക് ശരീരം കൊണ്ട് കഴിക്കുമെന്നാണ് ചോദിച്ചത്. ആലോചിച്ച് നോക്കി പറഞ്ഞു. ഞാൻ ആലോചിക്കാൻ നിന്നില്ല. അപ്പൊ തന്നെ അമ്മേനെ വിളിച്ചു. അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മത് കേട്ടപ്പോഴേക്കും പറഞ്ഞു ഞാൻ പേരെടുക്കുക കാരണം ഒറ്റയടിക്ക് വൈക്കൂല ഒന്നുമല്ല പേരെടുക്കാനാണ് പറഞ്ഞു. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിന് ഭഗവാന്റെ മുന്നിലല്ലേ, വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെയാണ്. അപ്പം ആ ഒരു കമൻറ്റ് തന്നെയാണ് എല്ലാവരും. നല്ല മുക്കാൽ ഫുള്ള് 100 പറയാ. ഈ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അതന്നെ പറഞ്ഞത്. അത്രയും വലിയൊരു ഭാഗ്യമല്ലേ എന്ന് കിട്ടിയത്. ഇനി നമുക്ക് ഇനി കളിക്കാൻ എന്താ അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെ കളിക്കുമ്പോൾ കുറേ പേടി മാറും, ശരിയാക്കും അല്ലേ. ദൈവം ഒരു പടച്ചവൻ അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ലാത്ത ആൾക്കാരോ. അതാണ്. അപ്പൊ വാതിൽ പാറു അവിടെ പാറു കഴുത്തിൽ എന്താണ് പാറു ഇന്നലെ ആകെ കോളാക്കിയില്ലോട്. കളറ് മാറി ഇപ്പൊ നന്നായിട്ട്. ഇന്നലെ പാത്രത്തിൽ കുറച്ച് ഉള്ളിത്തോലും തക്കാളിയൊക്കെ വേസ്റ്റ് ഒക്കെ ഇട്ടു. അതൊക്കെ തട്ടി മേൽക്കൂടെ മറിച്ചിരുന്നു രാത്രി. ഇന്നലെ പേടിച്ചിട്ട് കട്ടിലടെ പോയിട്ടുണ്ട്. ഞങ്ങൾ കാറ്റുള്ള വേണ്ടി ഉമ്മർത്ത് വരുന്നതാ. അപ്പൊ സ്റ്റോറുണ്ടോ? പഠിക്കായിരുന്നോ? കുറച്ചേരം റെസ്റ്റാ.
ഞങ്ങൾ കൂട്ടാനിക്കുള്ളത് റെഡിയാക്കാൻ കേട്ടോ. ഇത് നാളികേരം പൊളിച്ചുകൊണ്ടിരണം. അപ്പോൾ ഇത് ഉള്ളി അരിഞ്ഞിട്ട് വേണം വറവിടാൻ. ഇങ്ങനെ സ്രാവ് കൊണ്ട് കറി ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? ഓരോ സ്ഥലത്തേക്ക് ഓരോരോ രീതിയല്ലേ അല്ലേ. നോമ്പ് രാവിലെ നോമ്പിൻ്റെ സമയത്ത് താളിപ്പ് ഉണ്ടാക്കും, അതിൽ സ്രാവ് പൊരിക്കും, സ്രാവിൻ്റെ കറി ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് നമ്മളവിടേക്ക് ഉണ്ടാക്കൽ. അപ്പോൾ സ്രാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് നമുക്ക് ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി. പിന്നെ ഈ ഡ്രസ്സ് ഇടുമ്പോൾ അതിന്റെ മുകളിൽ മറ്റേ ഇതില്ല, എന്താ അതിന്റെ പേരറിയാ? എന്താണ് ഭക്ഷണം കുക്കിംഗ് ചെയ്യുമ്പോൾ സാധനം വെക്കൂലേ, അത് വെക്കണം, അല്ലെങ്കിൽ സാധനം നാശാവും, ഇവിടെ കേടുവരും. അതിന്റെ പേരെന്താ? എന്താ അറിയില്ല. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ആ മുറം നമുക്ക് നമ്മള് വീഡിയോയില് നമ്മള് ടാഗ് ചെയ്യും കേട്ടോ. അങ്ങനത്തെ മോഡല് ആവശ്യമുള്ളത് വാങ്ങാലോ. മുറത്തിൽ ചേറാനും അരി ചേറ നുള്ളി പെറുക്കാൻ എന്ത് സാധനം നല്ല നല്ല സുഖമുണ്ട്. ഞങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ മുറം ഉണ്ട്, അതിലാണ് ഞങ്ങൾ ചെയ്തത്. ഇപ്പം പിന്നെ നല്ല മുറം കിട്ടിയില്ലേ. ഈ പുളിവെള്ളത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടുവെക്കണം കേട്ടോ. മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇങ്ങനത്തെ പൊടികളൊക്കെ ഇതിലിട്ടിട്ട് എന്ത് കൂട്ടാത്ത കൊട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് തിളച്ച് മീനൊക്കെ ഇട്ട് പോട്ടെ. നാളികേരം പൊടിക്കാൻ പോകട്ടോ. നാളികേരം നല്ലോണം നരച്ചെടുത്തുകൊണ്ടിരാണ്ട് മല്ലിപ്പൊടി കുറച്ചിട്ടെടുത്താൽ മതി. മല്ലിപ്പൊടി അപ്പൂസ് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല. പുളിവെള്ളം തിളച്ചിട്ടോ. മല്ലി മുളക് മഞ്ഞൾപ്പൊടി പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഉണ്ടാക്കാം, പച്ചമുളക് കീറിട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ പച്ചമുളക് ഒന്ന് വാങ്ങാൻ മറന്നുപോയി. അപ്പം ചിലത് വാങ്ങി പെറുക്കി കൊടുത്താണ് അമ്മ പോയിട്ട്. ഇപ്പോൾ കറി ഇതൊക്കെ കിടന്നൊന്ന് തിളച്ച് വേട്ടെ. നാളികേരം പൊളിച്ചോണ്ടേ. അപ്പോൾ ഇത് താളിക്കാനൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അമ്മ അരിഞ്ഞപ്പോൾ ഒക്കെ ചട്ടിക്ക് ആക്കി വെച്ചു. ഇത് പൊരിക്കാൻ കുറച്ച് കഷ്ണം കറിവേപ്പിലയും മഞ്ഞളും മുളകൊക്കെ ഇട്ടിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ച് നമുക്ക് ഇങ്ങനെ കടിക്കാനുള്ള രസമാണ് അതിൽ. അപ്പോൾ അത് നാളികേരം പൊളിച്ചിട്ടല്ലേ. ചെടി ചെടി ഉഷാറായിട്ട് നമ്മളെ സിന്ധു ചേച്ചി തന്ന ചെടി കണ്ടാ പൂ ഇരിഞ്ഞിട്ടോ. അതുമല് ആ വാടാമല്ലി കളറ് അല്ലേ, അത് പത്തനിമുല്ല കുറേ പൂ ഇരിഞ്ഞിട്ടുണ്ട്. നല്ല രസമുള്ള കളറൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ കടലാസ് പൂവില്ലേ, അതിന്റെ എല്ലാതും ആണല്ലോ. ഇതൊക്കെ കടലാസ് പൂവാണ്. ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. വേര് പിടിച്ചു, തൂമ്പെടുത്തു. ഒക്കെ ഉഷാറാവുന്നുണ്ട്. ഇതൊക്കെ തണുപ്പത്ത് വെച്ചിട്ട് വലുതായി എന്നൊക്കെ പറയുന്നുണ്ടോ? അതിന്റെ മുള്ള് എന്റെ ചുരിദാർമ പിടിച്ചതാ. ഇതിണ്ടാവാൻ കുറച്ച് പ്രയാസാണ്. ഉണ്ടാവാൻ കുറച്ച് പ്രയാസം. ഞാൻ എത്ര ബുദ്ധിമുട്ടിൻ്റെ അറിയാം. എന്തായി അപ്പൂസ കുട്ടി എന്തായി? ഭാരോടെന്നോ വലുതായോ? ചൂടാണ്. നമുക്ക് ആ ടാങ്ക് വരണം. നമുക്ക് ടാങ്ക് ഒരു ഒഴിവുള്ള ടാങ്ക് ഉണ്ടല്ലേ നമുക്കല്ലേ, വലുതാണോ കേട്ടോ. നാലെണ്ണം ഉണ്ട് കേട്ടോ അപ്പൂൻ്റെ മീന്. ഒന്ന് വലുതല്ലേ അപ്പോ? ഇത് ഇടാനാണ് ഞങ്ങള് ഈ ഫ്രിഡ്ജ് തെരഞ്ഞ് കുറേ തെരഞ്ഞിരുന്നു, കിട്ടിയില്ല. നോക്കാം നമുക്ക്. പറോ എന്താ പരിപാടി? എന്താ പരിപാടി? എന്താ പരിപാടി ഇപ്പൊ? ക്രൂ പറയണ്ടത് അമ്മയുടെ ഇവിടെ അല്ല സുഖം നിൽക്കാന്. ഇവിടെ അല്ല സുഖം നിൽക്കാം. ആദ്യം നമ്മളെ ഈ ഭാഗത്ത് നിൽക്കണ നല്ല തണുപ്പുള്ള സ്ഥലം നമുക്ക് ഇവിടെ കേട്ടോ. അത് വെയിലുകൊണ്ട് പൊട്ടിയത്. ചെടികളൊക്കെ അടിപൊളിയായി വരുന്നുണ്ട്. നല്ല ചൂടാണ്. അപ്പൊ ചൂടത്ത് പൊട്ടും. നാളികേരം പൊളിച്ചാലും പൊട്ടും, അല്ലെങ്കിലും അല്ല ഇത് കേടുവന്നുണ്ട്, ചോയ്ക്കുന്നുണ്ട്. എന്നാലും കൊണ്ടാ രസമുണ്ടാവും. കളഞ്ഞാണ് സത്യം. കുടിച്ചതല്ല നോക്കി പോയത്. അപ്പൊ നീ കളഞ്ഞാണ്. ഇത് ആദ്യം പൊട്ടിയിട്ടുണ്ട് വേറെ സ്ഥലത്ത് കൂടെ. അത് ആദ്യം വേറെ ഭാഗത്തൂടെ പൊട്ടിയതാ. പാറോട് കിടക്കുക, നീണ്ട് തുറന്ന് കിടക്കുന്നുണ്ട്. തണുപ്പുണ്ടായിട്ടോ. കണ്ടോ കേട് വന്നിട്ടുണ്ട്.
നല്ല സ്മെല്ല് ഉണ്ടല്ലോ. ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടല്ലേ. ഇതെന്താ അച്ചാറമ്മ? ഇതെന്താ അച്ചാറാ? അത് മാങ്ങച്ചാറുണ്ട്. ഇതെന്താണ് സാധനം? അത് പിന്നെ ഉണ്ണിക്കാമ്പിന്റെ അച്ചാർ. ഉണ്ണിപ്പിണ്ടീൻ്റെ അച്ചാറാട്ടോ. ഉണ്ണിത്തണ്ട് നമ്മളെ വാഴയമത്തേണ്. ഇതെടുക്കല്ലേ? അതെന്താ ഉപ്പിലിട്ട് അച്ചാർ ചേച്ചിയ സുർക്കേ? ഉപ്പും ഒരു കാന്താരി കുത്തി ലേശം സുർക്ക ടേസ്റ്റ് രസം ഉണ്ടോ നോക്കട്ടെ. കൈയിടാൻ പറ്റില്ല. ഉണ്ണിത്തണ്ടാണ് കേട്ടോ. രസം ഉണ്ടാവും. അപ്പൂസ് എന്താ ചെയ്യണേ? ഇത് നമ്മള് ഗുരുവായൂർ പോണേ അന്നിട്ടതാട്ടോ. ഉണ്ടോട്ടെ. രസമുണ്ട്. നമ്മൾക്ക് നമ്മളെ പ്രഭ ചേച്ചീൻ്റെ പിറന്നാളുണ്ടായിരുന്നു കേട്ടോ കോഴിക്കോടിലെ. പ്രഭ ചേച്ചീനെ അറിയില്ലല്ലായിരിക്കും. ബിജേട്ടൻ പ്രഭ ചേച്ചി. അപ്പോൾ എത്ര 75-ാമത്തെ? എപ്പോഴും എത്ര വയസ്സായി ഇത് കൂട്ടി പറയാൻ സന്തോഷം എത്രയൊക്കെ ദേഷ്യം പിടിപ്പിക്കാൻ കേട്ടോ. അപ്പൊ നമ്മള് ഗുരുവായൂർ പോയില്ലേ നമ്മളെ പരിപാടി 3-ാം തീയതി അന്നേന്ന്. അപ്പൊ കൊറേ മുന്നേ നമ്മൾ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടായിരുന്നു പോണം എന്നൊക്കെ. പക്ഷെ നമുക്ക് ഈ കളിയുടെ ഡേറ്റ് കിട്ടുന്ന അറിയില്ലായിരുന്നു. അപ്പൊ പോവാൻ പറ്റിയില്ല. നമ്മളെ വിളിച്ചതായിരുന്നു. ഭയങ്കര ടെൻഷനായി പോവാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ ദിവസം നമുക്ക് പോകണം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയതായിരുന്നു. അപ്പൊ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പൊ എല്ലാരും ഒന്ന് വിഷ് ചെയ്യാനോട്ടോ പ്രഭ ചേച്ചിക്ക് വേണ്ടിട്ട്. ചേച്ചിക്കും കുടുംബത്തിലെല്ലാവർക്കും കേട്ടോ. പ്രഭ ചേച്ചി വിജയേട്ടനും അവരുടെ മോനെ അപ്പൂസുണ്ട്. നമ്മളെ അപ്പൂസിന്റെ പോലെ തന്നെ ഒറ്റ മോനാണ്. അപ്പൊ ആ കുടുംബത്തിന് എല്ലാരും ഒന്ന് വിഷ് ചെയ്ത് കൊടുക്കണേ. പിന്നെ എന്താ പ്രഭ ചേച്ചീനെ അറിയാതെ നമ്മളൊരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്. നമ്മള് എപ്പോഴും എന്തൊരു കാര്യത്തിൽ നമ്മുടെ അടുത്തേക്ക് ഓടി വരലുണ്ട്. നമ്മളോട് ആദ്യം പൊടിച്ചെന്ന് കൂടി അവർ രണ്ടാളാണ് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇനി പോണം നമുക്ക്. പോണേ ഇനി തെറാപ്പി വീട്ടിൽ കൈയിട്ട് എന്നിട്ട് പോവാം. തെറാപ്പി കാണാൻ അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഇപ്പൊ അങ്ങനത്തെ രണ്ടും കാര്യം കൂടി നമ്മളെ മുന്നിൽ പപ്പൂസിന്റെ പരീക്ഷയായില്ലേ. കഴിഞ്ഞിട്ട് നമുക്ക് പോണ ദിവസേ. അതാണ് അന്നിപ്പോ എന്തായാലും പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നതായിരുന്നു. അപ്പൊ അത്രയും കാര്യമായപ്പോ അതുകൊണ്ടാണ് പോവാനത്. കോഴിക്കോട് തന്നെ കേട്ടോ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്തേക്കാണ് വീട്. അധികം നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പോവാന്. അപ്പോൾ പ്രൊജക്റ്റിന്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കാണിച്ചു തരാം. പിന്നെ നമ്മളെ പൂച്ചക്കുട്ടീനെ മേടിച്ചോടത്ത് പോകണം. മെഹറിൻ കാറ്ററീസിൽ. അതെ അവിടെ പോകാനുണ്ട്. പിന്നെ നമ്മള് വേറൊരു ഫാമിലിയും കൂടി ഉണ്ട് അവിടെ തന്നെ നന്ദിയിൽ. അവിടെ പോയിട്ടില്ല. കുറെ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ചേച്ചിക്കൊന്ന് വിഷ് ചെയ്തേക്കേട്ടോ എല്ലാവരും. നമുക്ക് അറിയത്തെ ചാറൊക്കെ വറ്റിട്ടോ. വർത്താനം പറഞ്ഞ നേരം ഇങ്ങനെ പോയി. തേങ്ങ ഈ തേങ്ങയിൽ ഒരു 2 മണി പെരിഞ്ചീരകല്ലേ അതും ചേർക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പൊട്ട് ഇഞ്ചി കഷ്ണം ചേർത്തിട്ട് അരച്ചത്. കറി ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ അല്ലേ. കറി കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് തിളച്ചോട്ടെ. നമുക്കല്ല അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് തേങ്ങ കരച്ചതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ആക്കാം. അപ്പോൾ ഉപ്പ് ഉണ്ടാവും. കറക്റ്റ് ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് പോറാക്കാൻ നിങ്ങൾ അവിടുത്തെ കുത്തിയൊക്കെ ഉറപ്പ് എന്തേലും വിത്തറപ്പിക്കുന്നു. അതെ അത് നിലത്തിലുണ്ടാ മുകളിലൊക്കെ ഇപ്പൊ തന്നെ ഫുള്ളായിട്ട് കേട്ടോ. നമുക്ക് കിട്ടണോടത്തല്ലേ രസം നോക്കണ്ട. നമുക്ക് കിട്ടണോടത്തല്ലേക്ക് ഷിജി വളവൊന്നും കത്തിക്കല്ലേ ഇപ്പച്ചി. വെറുതെ മേടിച്ചുല്ലേ. രാത്രിയുടെ ഏറെ ആവശ്യം വരിക. അപ്പൊ രാത്രി ആകുമ്പോഴേക്കും നമ്മളെ അടുക്കള കിച്ചൺ അടച്ചിടും. തളിക്കാൻ നോക്കിയാലോ. അപ്പൊ നമുക്ക് നമ്മളെ എറണാകുളത്തെ കൂവ. അപ്പൊ അത് ഒരു 2 എണ്ണം വെറുതെ കൊച്ചിരുന്നു. പന്നി ഇട്ടാലും എന്താ വന്നാലും വേണ്ടിയില്ല. 2 എണ്ണം നമുക്ക് കൊച്ചിരുന്നു. നമ്മളെ വാഴക്കൽ എന്താ മൂക്കാത്ത പറിച്ചിട്ടത്.
പഴുത്തില്ല ശരി. അവസാനമായിട്ട് നമുക്ക് ഒഴിച്ചേക്കാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില, ഫ്രഷ് കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. ഇത്രയോട്ട് അത് പരിപാടി. ചാറില്ലേ ഇപ്പൊ നമ്മുടെ നോമ്പും സ്പെഷ്യൽ ഇതാണ്. നോമ്പിൻ്റെ സ്പെഷ്യൽ കറുത്തപ്പേരും കാട്ടി കൊടുക്കുക. അവിടെ കറുത്തപ്പേര് അതിൻ്റെ മുകളിൽ ഓറഞ്ച് ഓറഞ്ച് ഞാൻ പൊട്ടാണത്. കറുമൂസ പിന്നെ രാവിലെ തന്നെ കറുത്തൊക്കെ കുത്തിക്കൊണ്ടുവന്ന് ഉണ്ടാക്കി കഞ്ഞി കുടിക്കൂലേ. പിന്നെ ഞങ്ങളെ ഇതാണ് സ്രാവമീന് പൊരി കൂടി ഉണ്ട് കേട്ടോ. ഒരരി അപ്പം കൂടി പൊരിച്ചെടുക്കട്ടെ. പൊരിച്ച് ഏകദേശം ആവാൻ നേരത്തെ 2 ഉള്ളി ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. അത് മുളക് കൂടെ ഇട്ടിട്ടുണ്ട്. നല്ല രസമായി നിരത്തി തിന്നോന്ന്. അപ്പം ഇനി ഞങ്ങൾ ചോറുന്നത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്നിട്ട് വിശേഷം നിർത്തല്ലേ അല്ലേ? നാളെ നമുക്ക് കാണാം അല്ലേ? എല്ലാവർക്കും ബൈ.